ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു വാഹനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം കൊറോണ എന്ന മഹാമാരി നമ്മളെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാം. പക്ഷേ അതേപോലെ തന്നെ ടൊയോട്ടയിലെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, ടൊയോട്ട കൊറോണ. അതാണ് നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കണ്ട ആൾക്കാരാണ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മളെ മുന്നിലുള്ളത് 1983 മോഡല് ടൊയോട്ടയുടെ കൊറോണ എന്നൊരു മോഡലാണ്. ഒരു സെഡാനാണ്, ഒരു ലക്ഷറി സെഡാൻ എന്നൊക്കെ അന്നത്തെ കാലത്തൊക്കെ പറയാൻ വെച്ചാൽ ഒരു 83 മോഡലാണ് വരുന്നത്. ഇത് ആ ഒരു ടൊയോട്ട കൊറോണ എന്ന മോഡലിൻ്റെ 7th ജനറേഷൻ വാഹനം നമ്മുടെ മുന്നിൽ ഉള്ളത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളും, പിന്നെ അത് വീല് കാര്യങ്ങൾ, അങ്ങനത്തെ അത്യാവശ്യം കുറേ വർക്കുകൾ എടുത്ത് ലോഡായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 1951 മുതൽ 2001 വരെ ആയിരുന്നു ഈ ഒരു വാഹനത്തിന് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനം വന്നിരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവായിട്ടും അതേപോലെ തന്നെ റിയൽ വീൽ ഡ്രൈവായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല ജനറേഷനിലും പല രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഡീസലിലും പെട്രോളും അതേപോലെ LPGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇൻ്റർനാഷണൽ മോഡലാണ്. ഈ ഒരു പർട്ടിക്കുലർ വാഹനം തന്നെ കാരണം വെച്ചാൽ നമുക്ക് ഒന്നാമത് ചില ഈ വാഹനം കാണാൻ കിട്ടാറില്ല. കാരണം വെച്ചാൽ ഭയങ്കര റയറാണ് ഈ ഒരു വാഹനം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ വാഹനം എന്ന് പറയുന്നത് ഖത്തറിൽ 1991 ഖത്തറിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തൊരു വാഹനം കൂടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ടൊയോട്ട കൊറോള എന്ന മോഡലിന് മുന്നേ വന്നിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു കൊറോണ എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ മാർക്ക് 2 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ആ ഒരു സെയിം പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. കരീനാറിൻ്റെ മോഡലൊക്കെ ഉണ്ട് ടൊയോട്ടയുടെ, നമുക്ക് അറിയാൻ പറ്റും. ഇഷ്ടംപോലെ മോഡൽസ് നമുക്ക് ടൊയോട്ടയിൽ വന്നിട്ടുണ്ട്. പല പേരിൽ ഏതും ചിലതൊക്കെ പലതും പല സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പല കാലഘട്ടത്തിലും പല പേരിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇൻ്റർനാഷണൽ മോഡലാണ് ഞാൻ പറഞ്ഞു. ആ ഒരു ഇൻ്റർനാഷണൽ മോഡൽ തന്നെ പല രാജ്യത്തും പല പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ പേര് കൊറോണ എന്ന് തന്നെയാണ്. ഈ കൊറോണ എന്ന് പറയുന്നത് കാണിച്ചാൽ നമ്മളെത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടറിയാം. അതേപോലെ തന്നെ ടൊയോട്ടയിൽ നമുക്ക് ഈ വാഹനം ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. ഭയങ്കര സക്സസ് മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി റിസ്റ്റോർഡ് ആണ്. ഞാൻ പറഞ്ഞു ഇതൊരു ഫുള്ളി കാണിച്ചാൽ ഇങ്ങനെയൊന്നും എല്ലാവരും വണ്ടി ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കാണിച്ചാൽ ഇതൊരു നാഡോ ഗ്രേ കളറിലേക്ക് ചേഞ്ച് വരുത്തിയതാണ്. അതേപോലെ തന്നെ ഞാൻ മറ്റു കാലത്തൊന്നും ഈ ഒരു ടൈപ്പ് വീല് കണ്ടിട്ടില്ല. ഭയങ്കര ലുക്കാണെന്ന് പറയും ഈ ഒരു വീല്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വരികയാണെങ്കിൽ ഫുഡ് അത്യാവശ്യം നല്ല നീളത്തിൽ വരുന്നൊരു ഫുഡാണ്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ക്യാരക്ടർ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് വരികയാണെങ്കിൽ ഒരു ബോക്സി ടൈപ്പിൽ വരുന്ന ഹെഡ്ലൈറ്റിങ്ങുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. 7th ജനറേഷൻ റിയൽ വീൽ ഡ്രൈവ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മോഡലിൽ തന്നെ സ്റ്റേഷൻ വാഗൺ ടൈപ്പും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് സെഡാനാണ്, പക്ഷെ നമുക്ക് ഇൻ്റർനാഷണലി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റേഷൻ വാഗൺ കൂടി വരുന്നുണ്ട്. ബാക്കിലുള്ള ആ ഒരു ടൈപ്പും കൂടി വരുന്നത് നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൽ എടുത്ത് പറയാനുള്ളത് ഹെഡ്ലൈറ്റ് ഒരു ബോക്സി ടൈപ്പിൽ വരുന്ന പണ്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒരു സിമ്പിൾ ഡിസൈൻസ് ആവുമല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴല്ല കുറേ ഭയങ്കര മോഡലൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ബോക്സി ടൈപ്പൊക്കെ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ആയിരുന്നു വന്നിരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ പാർക്ക് ലൈറ്റ് ആണ്. ഇതൊരു ഇൻഡിക്കേറ്റർ. സാധാരണ നമുക്ക് ഇവിടെ ഫുൾ ഇൻഡിക്കേറ്ററാണ് വരാറ്, പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ പാർക്ക് ലൈറ്റും വിത്ത് സൈഡ് ലൈറ്റും നമുക്കൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മെറ്റലാണ് വന്നിട്ടുള്ളത്. ഈ ഫ്രണ്ട് ബമ്പർ കംപ്ലീറ്റ് നമുക്ക് മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ടൊയോട്ട ലോഗോ അല്ല വന്നിട്ടുള്ളത്, ബ്രാൻഡിങ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ടൊയോട്ട ലോഗോ കാണാൻ പറ്റും. ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ഓപ്പൺഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈൻസാണ് വന്നിട്ടുള്ളത് അന്നത്തെ കാലത്ത്. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ വലിയ സംഭവമാണ്. ഇപ്പോൾ നമുക്ക് മറ്റ് വാഹനങ്ങളൊക്കെ കണ്ട് വന്ന് ശീലിച്ച രീതിയിൽ നമുക്ക് ഇതൊക്കെ എന്തോ ഒരു നോർമൽ ടൈപ്പാണ് തോന്നുന്നത്. സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു വീലാണ്. ഞാൻ വേറെ വാഹനത്തിൽ ഈ ഒരു വീല് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 185/60 13 ഇഞ്ച് ടയേഴ്സാണ്. ചെറിയ ടയേഴ്സാണ്, 13 ടയേഴ്സാണ് വന്നിട്ട് 13 ഇഞ്ച് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വീലാണ് ഭയങ്കര ആ ഒരു സൈഡ് പ്രൊഫൈലിന് ബ്യൂട്ടി കൊടുക്കുന്നത് പറയാം. സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്ക് ഫെൻഡർ പോർഷൻ വരെ നമുക്ക് ആ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വരാൻ നമുക്ക് വീലാർച്ചൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തേക്ക് ബൾജ് നിൽക്കാത്ത രീതിയിൽ നല്ലൊരു മാന്യമായ രീതിയിലുള്ള വീലാർച്ചങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇല്ല. പിന്നെ അന്നത്തെ മിററൊക്കെ ഈ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭയങ്കര സ്ലിം ആയിട്ടുള്ള സൈഡ് മിറേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ചില പ്രൊഫൈലിലൊക്കെ നമുക്ക് പല വാഹനങ്ങളായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ചില ബോഡി പാർട്ടുകളൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ വാഹനത്തിന് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ വാഹനങ്ങളല്ലേ.
സാറ്റലൈറ്റ് വരാണെങ്കിൽ നമുക്ക് ഈ പോർഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്രോമിയം പോർഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലൈനൊക്കെ നമുക്ക് ക്രോമിയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഗ്ലാസിൻ്റെ ഔട്ടർ ലൈനൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് ക്രോമിയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോഴത്തെ വാഹനങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വൈപ്പർ നമുക്ക് ടെക്കഡ് ആവുകയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വൈപ്പർ ടെക്കഡ് ആവുകയല്ല ശരിക്കും, പക്ഷെ നമുക്കിത് ഉള്ളിലോട്ട് പോയിട്ടാണ് ഇത് രീതിക്ക് എടുക്കേണ്ടത്. അപ്പോൾ അത് ടെക്കഡ് ആവുകയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. റൂഫിലോട്ടൊക്കെ വരികയാണെങ്കിൽ റൂഫൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിൽ അതിൽ നമുക്കൊരു ഇങ്ങനെ ബോക്സ് ആയിട്ട് എടുക്കുന്ന രീതിയിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്കാൻ നമ്മളെങ്ങനെ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് ഇത് വരയ്ക്കൂലേ, സെഡാൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഡ്രോയിങ് വരയ്ക്കൂലേ, ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളതെന്ന് പറയാം. പിന്നെ ഈ സൈഡിലായിട്ട് വരാണെങ്കിൽ ബാക്കിൽ വരികയാണെങ്കിൽ നമുക്കൊരു വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയിൽ ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ ഇവിടെ ആ ഒരു ക്രോമിയം പോർഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഒരു എയർവെൻസ് മാതിരി തോന്നിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എയർവെൻസ് അല്ല, അത് ഡിസൈനിങ് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 185 60R 13 ഇഞ്ച് ടയേഴ്സാണ്. ഞാൻ പറഞ്ഞ ആ ഒരു ഹൈലൈറ്റിംഗ് വീൽസ് നമുക്ക് ഇതിൽ ബാക്കിലും കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലായിട്ട് വരാൻ ഇവിടെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പണർ വന്നിട്ടുള്ളത്. ഈ ഒരു ബാക്ക് പോർഷനിലാണ് നമുക്ക് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഞാൻ പറഞ്ഞു പക്ക ഒരു ബോക്സി ആയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ആ ടൈലൈറ്റാണ് കാണിച്ച ഒരു ഇതിൻ്റെ ശേഷം വന്ന് നമ്മളെ ടൊയോട്ടയുടെ പല വാഹനങ്ങളും ഞാൻ ഇതിന് മുന്നേ ഒരു ക്രിസ്റ്റ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു വാഹനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ടൈൽ ലാമ്പാണ്, പക്ഷെ അത് ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ടൈൽ ലാമ്പാണെന്ന് ആ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഡിഫറെൻ്റ് ആണ്. നമുക്ക് വലിയ ടൈൽ ലൈറ്റ് തന്നെയാണ്, പക്ഷേ കണക്റ്റഡ് അല്ല എന്ന് പറയാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ലൈറ്റ് വരെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും, സ്റ്റോപ്പ് ലാമ്പ്, റിഫ്ലക്ടർ, അതിന് റിവേഴ്സ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലൈറ്റിൽ നമുക്ക് ഒരു ഡിസൈനിങ് പാർട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ആ ഒരു ലൈറ്റ് കാണാൻ പറ്റും. അതും ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇമാതിരി വലിയ ലൈറ്റ് ഞാൻ നമ്പർ ബോർഡിന് കണ്ടിട്ടില്ല കേട്ടോ. ഈ ലൈറ്റാണ് ഈ ഒരു സംഭവത്തിന് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് സാധാരണ നോർമലി ചെറിയ ലൈറ്റാണ് അതിന് കൊടുക്കാറുള്ളത്, പക്ഷേ ഇതൊക്കെ വലിയ ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൽ നമുക്ക് റിയറിലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആക്സസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നമ്മളെ ബോണ്ട് കണ്ട പോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള രീതിയിലാണ്. ഫ്രണ്ട് കണ്ട അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ബോണ്ടിലും കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ രണ്ട് ക്യാരക്ടറിന് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചെറിയൊരു രീതിയിൽ ബൾജായി നിൽക്കേണ്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. റിയറിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് തന്നെ കേട്ടോ. അത് എടുത്ത് വരേണ്ട കാര്യം തന്നെയാണ്. 83 മോഡലിൽ നമുക്ക് ഡിഫോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ഗ്ലാസിന് ചുറ്റുമായിട്ട് നമുക്ക് ആ ഒരു ക്രോമിയം പ്ലേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. റിയറിലെ ബമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെറ്റൽ ബമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ആ ഒരു ഞാൻ പറഞ്ഞത് റിസ്റ്റോറേഷൻ ചെയ്തപ്പോൾ നമുക്ക് നാഡോഗ്രെ അതേമാതിരി തന്നെ ആ ഒരു ബ്ലാക്ക് തീമായിട്ടാണ് ഈ വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഓണർ നമ്പർ, ഈ ഒരു നമ്പറിനെ എടുത്ത് പറയണ കാണിച്ചാൽ ഇവർ 4444, ഇതിൻ്റെ ഓണർ ഒരു 4444 ഭ്രാന്തനാണ്. കാണിച്ചാൽ ഒരു എല്ലാ കോൺടാക്ട് നമ്പർ ആയാലും ഇൻസ്റ്റ ഐ ഡി ആയാലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് 4444 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓണറെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്, തീർച്ചയായും ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡോർ ഹാൻഡിലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ലുക്ക് ലൈക്ക് നോർമൽ ഡിസൈൻ എന്ന് പറയും. കാരണം വെച്ചാൽ ഇതൊരു സാധാരണ നമ്മളിങ്ങനെ ഡോർ ഹാൻഡിൽ വരുന്ന ആ രീതിയിലാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല വന്നിട്ടുള്ളത്. അതിൻ്റെ പുറമേ കാണുമ്പോൾ നമുക്ക് നോർമൽ ഡിസൈൻ ആണെങ്കിൽ, പക്ഷേ ഇത് വെറുതെ പിടിച്ചങ്ങനെ ഓപ്പൺ ആവില്ല. ഇതിനിടയിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനെന്നാണ്. ഡോർ ഓപ്പണായി ക്ലോസ് ചെയ്യുക. അതേമാതിരി കണ്ട ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ അൺലോക്ക് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയർ സൈഡിലായിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പഴയ കാലത്തെ ഫീലുകളൊക്കെ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് കുറേ റിസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ലെതേഴ്സ് ആയാലും ഡോർ പാഡ്, സീറ്റ് കവേഴ്സ്, അങ്ങനത്തെ ഡാഷ്ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇതിലൊക്കെ റെക്സിന് വെച്ചിട്ടുണ്ട്. അതേപോലെ ഡാഷ്ബോർഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ആ പഴയ കാര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഒന്നും മാറ്റിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അതിന് തന്നെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു സ്റ്റിയറിംഗ് ആണ്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ആ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണെന്ന് പറയാം. അതിൽ നമുക്ക് കൊറോണ എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലിപ്പോൾ ഗിയർ നോബ് നോക്കുമ്പോൾ നമുക്കൊരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കാണുന്നത്. ഇത് 4 സ്പീഡ് മാനുവലും ഒരു 5 സ്പീഡ് മാനുവലും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 3 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഒരു 4 സ്പീഡ് ഓട്ടോമാറ്റിക്കും, അങ്ങനെ 4 ഓപ്ഷനിലാണ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ക്ലസ്റ്ററിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വിസിബിൾ അല്ല എന്ന് പറയാം. കാരണം വെച്ചാൽ ഒരു ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പഴയ വണ്ടിയല്ലേ, ഈ സാധനങ്ങളൊന്നും കിട്ടാനില്ല അത് മാറ്റണമെങ്കിൽ. കാരണം വെച്ചാൽ ഇതിലിപ്പോൾ ക്ലസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂലിൻ്റെ ഒരു ഗേജ് കാണാൻ പറ്റും, സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇത് ക്ലോക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സംഭവം ഇപ്പുറത്തേക്ക് വരാൻ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറേ വാർണിങ്സ് വന്നിട്ടുണ്ട്, പക്ഷേ വാർണിങ്സ് ഒന്നും കാണാനില്ല. കാരണം പഴയ വണ്ടിയിലെ സാധനം ഒന്നാമതേ പാർട്സ് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഒരു സാധനത്തിന്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ ഞാൻ പറഞ്ഞത് കൊറോണ എന്നുള്ളൊരു ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ
ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കീ ഇൻസേർട്ടിങ് ആണ്. നമുക്ക് ചാവി തിരിച്ചു ഒക്കെ ഓക്കെ, ഇഗ്നീഷനൊക്കെ ഇട്ടു. ഇപ്പോൾ നമ്മളിത് ഇഗ്നീഷനൊക്കെ ഓഫാക്കി ഇതൊക്കെ ചാവി കൊണ്ട് ഊരണം വിചാരിച്ചു കഴിഞ്ഞാൽ ചാവി കൊണ്ട് കിട്ടൂല. അതിനെന്താ വെച്ചാൽ ഇതാണ് ഇതിൻ്റെ റിലീസിങ് ബട്ടൺ വന്നിട്ടുള്ളത്. ഇത് നെക്കിയിട്ട് വേണം നമുക്ക് ചാവി വരാൻ. ഇൻറ്റീരിയൽസ് നോക്കാൻ ഫുള്ളി ആ റെക്സിൻ്റെ വർക്കാണ് കേട്ടോ. റൂഫ് ആയാലും കാരണം കംപ്ലീറ്റ് നമുക്ക് ആ റെക്സിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയാം. സീറ്റിങ്ങുകളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്ര നമുക്ക് എടുത്തു പറയാനുള്ള കാരണം അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഇൻറ്റീരിയറിൽ പറയാനില്ല. സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയും, ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഓണറെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇമാതിരി ഒരു വണ്ടിയെ കൊണ്ടെടുക്കണമെങ്കിൽ എന്തായാലും ഒരു വണ്ടി ഭ്രാന്ത് കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ പേര്? ജാഫർ ഷെരീഫ് എന്നാണ്. സ്ഥലം? ചെങ്ങാനി. കൊണ്ടോട്ടി ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ വണ്ടി കിട്ടി? ഇത്രയും റയറായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ കിട്ടി, എങ്ങനെ കൊണ്ടു നടക്കുന്നു? ഞാൻ കൊറോണ സമയത്ത് OLX കണ്ടാണ് വണ്ടി. അതാണ് ഹൈലൈറ്റ്. കൊറോണ സമയത്ത് കണ്ട വണ്ടിയാണ് നമ്മൾ കൊറോണ ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഫാൻസി നമ്പർ, ഈ നമ്പർ നമുക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ 44 നമ്പർ നിങ്ങൾക്ക് ഒരു ക്രൈസ് ആണ്. അപ്പോൾ ആ ഒരു കാരണം രണ്ട് കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഒത്തു വന്നപ്പോൾ വണ്ടി എന്തായാലും അങ്ങനെ സ്വന്തമാക്കിയിട്ടുള്ള കാര്യം എന്താണ്. അപ്പോൾ ഇതിപ്പോൾ കൊണ്ടെടുക്കാൻ കുറച്ച് പാടല്ലേ? കാരണം വെച്ചാൽ ഇത്രയും പഴയ വണ്ടി ആകുമ്പോൾ പാർട്സ് കിട്ടാനും അങ്ങനെയൊക്കെ ഒരു പണിയല്ലേ, നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളൊരു ക്രൈസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ കൊണ്ടെടുക്കുന്നത് അല്ലേ. ഓരോരുത്തർക്ക് ഇത് വണ്ടി ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ബന്ധങ്ങളൊക്കെ കിട്ടും. അതെ, വണ്ടി ഭ്രാന്തിന്റെ ആ ഒരു ഓൾറെഡി നമ്മൾ എടുക്കാൻ വരും ഈ വണ്ടിയൊക്കെ കയ്യിൽ ഉണ്ടാവുമ്പോഴേ. ഇവിടുന്ന് പാണ്ട് കൊട്ടൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ പോകുന്ന വണ്ടികളല്ലേ. അപ്പോൾ ഒരു തികച്ചും വണ്ടി ഭ്രാന്തിനാണ് പറയാം. അപ്പം നിങ്ങളുടെ അടുത്ത് വേറെ 2-3 വണ്ടി ഉണ്ട്. ഇപ്പോൾ ഒക്ടാവിയ ഉണ്ട്, BM 6 സിലിണ്ടർ ഇൻലൈൻ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഒരു വണ്ടി വർക്കായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വണ്ടിയുടെ ഒക്കെ നമ്പർ എന്ന് പറഞ്ഞാൽ 44 എടുത്തിട്ടുള്ളത്. അതൊരു വലിയ ഹൈലൈറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടതിലും സന്തോഷം. കാണാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ വാഹനം ഇതൊരു ഡീസൽ എഞ്ചിന് വരുന്ന വാഹനമാണ്. ഇതിൽ നമുക്ക് ഡീസലും പെട്രോളും അതുകൊണ്ട് LPGയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ മോഡൽ നമുക്ക് ഈ ഒരു 3 മോഡൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ വാഹനം നമുക്ക് ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അത് 1998 cc ഒരു 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്നുവെച്ചാൽ ആ പഴയ കാലത്തെ എഞ്ചിനാണ്. ഇതിൻ്റെ സൗണ്ടും എടുത്ത് പറഞ്ഞ കാര്യം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചതാണ്. വലിയ വണ്ടിയുടെ സൗണ്ടൊക്കെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ പവർഫുൾ എഞ്ചിനാണെന്ന് പറയാം. ടൊയോട്ടയുടെ അല്ലേ, പിന്നെ റിലയബിലിറ്റി എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്ര നമുക്ക് 1983 മോഡൽ ടൊയോട്ട കൊറോണയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റു ചില കിഴിലും വേണ്ടിയിട്ടും കിഴിലും വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.